ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മുടെ മലയാളം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വരാക്ഷരങ്ങൾ, ബാക്കി അക്ഷരങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ 5 സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ നമ്മൾ ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ പഠിച്ചതെന്ന്? നമുക്ക് എഴുതി നോക്കാം. ഇതേതാണ് അക്ഷരം? ആ അല്ലേ? കുറച്ചുകൂടെ വലുതായി എഴുതാം. ഇതാണ് ആ. എല്ലാവർക്കും ആ എഴുതാൻ വളരെ തറവായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ആ എഴുതാൻ പഠിച്ചു, പിന്നെ ഈ എഴുതാൻ പഠിച്ചു, ഈ ഉ 5 അക്ഷരങ്ങളാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് എല്ലാ അക്ഷരങ്ങളും ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും ഒന്നുകൂടെ എഴുതാം. ഓക്കെ, ആ, ആ, ഈ, ഓക്കെ. ഇത്ര അക്ഷരങ്ങളാണ്, 5 അക്ഷരങ്ങളാണ് നമ്മൾ സ്വരാക്ഷരങ്ങളിൽ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇന്ന് പഠിക്കാം. ഊ കഴിഞ്ഞാൽ ഊ ആണ് അല്ലേ? നമ്മുടെ ഊഞ്ഞാലിൻ്റെ ഊ. എങ്ങനെയാണ് നമ്മൾ ഊഞ്ഞാലിൻ്റെ ഊ എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ഊ എഴുതുക. ഇങ്ങനെയാണ് ഊ എഴുതുന്നത് അല്ലേ? ഇതാണ് ഊ. നമുക്ക് ഊ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇതാ ഇങ്ങനെ ഊ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈന്ന് എഴുതാൻ യൂസ് ചെയ്ത ആ ചിഹ്നം ഉണ്ടല്ലോ, ആ ചിഹ്നം കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് ഊ. ഓക്കെ, ആ ഈ ഊ ഊ. അതായത് ഊ എഴുതുക, പിന്നെ ഈ ചിഹ്നം കൂടി ഇട്ടാൽ ഊവായി. ഇനി അടുത്തത്, ഇത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നുന്നൊരു അക്ഷരമാണ് കേട്ടോ. സ്വരാക്ഷരങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നതാണ് ഋ. ഓക്കെ, എന്താണ് ഋ എന്നാണ് പറയുന്നത്. ആ ഈ ഉ ഋ. ഇങ്ങനെയാണ് ഋ എഴുതാതെ. ഇങ്ങനെ എഴുതി താഴോട്ട് കൊണ്ടുവന്ന്, ഈ ലൈനിൻ്റെ താഴോട്ട് വരാൻ പാടില്ല കേട്ടോ. ഈ മാക്സിമം ഇപ്പോൾ നമ്മൾ 2 ലൈൻ നോട്ട്ബുക്കിൻ്റെ രണ്ടാമത്തെ താഴത്തെ ലൈനിൻ്റെ താഴോട്ട് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെങ്ങനെയാണ്? ഇങ്ങനെ ഉള്ളോട്ട് കൂട്ടി ഇതാ ഇങ്ങനെ കൊണ്ടുപോകുന്നതാ. 8 എഴുതുമ്പോൾ നമ്മൾ എഴുതാറില്ല, 8 എന്ന് നമ്പർ എഴുതുമ്പോൾ എഴുതാറില്ല, അതുപോലെ ഇങ്ങനെ കൊണ്ടുവരും. ഇതാണ് ഋ. എങ്ങനെ എഴുതുന്നത്? ഇതാ ഇങ്ങനെ ഉള്ളിൽ കൂട്ടി താഴോട്ട് കൊണ്ടുവന്ന് 8 എന്ന് എഴുതുന്ന പോലെ എഴുതി വീണ്ടും ഉള്ളിൽ കൂട്ടി. ഇതാണ് ഋ. ഒന്നുകൂടെ വലിപ്പത്തിൽ എഴുതണോ? എല്ലാവർക്കും കാണുന്നില്ലേ? ഇതാ ഇങ്ങനെ ഉള്ളിൽ കൂട്ടിയിട്ടുണ്ട്. 8 എഴുതാൻ വേണ്ടി വരുന്ന പോലെ താഴേക്ക് വന്നിട്ടുണ്ട്, വീണ്ടും ഉള്ളിൽ കൂട്ടി. ഇങ്ങനെ എഴുതി താഴോട്ട് വന്ന് ഇതാണെന്ത്? ഋ. ഋഷഭം ഋ. ഓക്കെ, ഋതു ഋതുക്കൾ, ഋഷഭം, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ അക്ഷരം നമ്മൾ എഴുതുന്നുണ്ട് അല്ലേ? അപ്പം നമ്മളിത് ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പം എന്തൊക്കെയായി? ആ ഈ ഉ ഇർ. ഇനി എ എഴുതാം അല്ലേ? എല്ലാവരും റെഡി അല്ലേ? എ എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എ
ഇതാ ഇങ്ങനെ എഴുതും. ആദ്യം ഇതിങ്ങനെ നീട്ടി കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതും. ഇതാണ് എ. ഇങ്ങനെ എഴുതുന്നത് ഇങ്ങനെ കൊണ്ടുവന്ന് നീട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെ. ഓക്കെ, ഇതാണ് എ. എനിക്ക്, എൻ്റെ എന്നൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ. എ എന്നുള്ള അക്ഷരം നമുക്ക് ഉപയോഗിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എഴുതാൻ. ഓക്കെ, എൻ്റെ, എനിക്ക്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച്. അപ്പം അങ്ങനെയുള്ള വാക്കൊക്കെ എഴുതണമെങ്കിൽ എന്ത് വേണം? എ എങ്ങനെയാണെന്ന് എഴുതാൻ അറിഞ്ഞിരിക്കണം അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഊ പഠിച്ചു, ഇറ് പഠിച്ചു, എ പഠിച്ചു. ഇനി എന്തായിരിക്കും? ഏണി, ഏണി എന്നൊക്കെ എഴുതണമെങ്കിൽ ഏത്, ഏതൊരു, അങ്ങനെ എ വെച്ച് എഴുതുന്ന ഒരുപാട് വാക്കുകളും ഉണ്ട് മലയാളത്തിൽ. അപ്പോൾ നമുക്ക് എ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇങ്ങനെ കൊണ്ടുവന്ന് എ എഴുതുന്ന പോലെ തന്നെ എഴുതി നമ്മൾ പിന്നെ 3 എഴുതുന്നതാണ്. ഓക്കെ, എ ഇങ്ങനെയാണ് എ എഴുതുന്നത്. എ എ എ എ. അപ്പം ആ ഇ ഉ ഇറ് എ ഐ. ഇനി അടുത്താണ് ഐ. ഐരാവതം ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഐ ഇങ്ങനെ എഴുതുന്നത് നമ്മൾ ഐ ആണ് എഴുതാൻ പോകുന്നത്. നമ്മൾ 2 ലൈൻ കോപ്പിയിൽ തന്നെ എഴുതണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലൈനിൽ തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഐ എഴുതണമെങ്കിൽ നമ്മൾ ഇങ്ങനൊരു ചിഹ്നം ആദ്യം എഴുതണം. അതിന് ശേഷം നമ്മൾ എ തന്നെ എഴുതണം. ഓക്കെ, ഇതാണ് ഐ. ഓക്കെ, ഇതേതാണ് അക്ഷരം? ഐ. ഓക്കെ, അപ്പം ഊ ഇറ് എ ഐ. ഇനി അടുത്തതാണ് ഓ. അടുത്തതാണ് ഓ. ഇതാണ് ഓ. നമുക്ക് ഇപ്പം പഠിച്ച അക്ഷരങ്ങളെല്ലാം താഴെയായിട്ട് ഞാൻ എഴുതിത്തരാം. ഓക്കെ, അപ്പം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എല്ലാം കൂടെ ഒരുമിച്ച് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ആ എന്ന് എഴുതാൻ പഠിച്ചു. ആ. അടുത്തത് ആ അല്ലേ. ഇനി ഈ. വീണ്ടും ഈ. ഓക്കെ ആണോ എല്ലാവർക്കും? ഊ. ഇറ്. എ എഴുതുന്നില്ലാതെ ശ്രദ്ധിച്ചോ നമ്മുടെ എ ഐ ഇത്രയല്ലേ പഠിച്ചത്. അടുത്തത് ഏതാണ്? ഓ. ഏതാണ്? ഓ. ഒത്തിരി, ഒരുമിച്ച്, അതിൻ്റെയൊക്കെ ഓ. ഓ. ഇതാണ് ഓ. ഓക്കെ, നിങ്ങൾ പറഞ്ഞുതരാം. ആ ഇ ഉ ഇറ് എ ഐ ഓ. ഇനി അടുത്ത 2 അക്ഷരങ്ങളും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ഓ ഔ. എന്തിനാണ് ഔ എന്നൊക്കെ അക്ഷരങ്ങളല്ല നമ്മൾ അധികം ഉപയോഗിക്കുന്നുണ്ട്. ഔഷധം,
ഔഷധം എന്ന് പറയുന്നൊരു വാക്കുണ്ട് അല്ലേ? ഔഷധം എന്ന് പറയുന്ന വാക്ക് എങ്ങനെ എഴുതണമെങ്കിൽ എന്താ ആവശ്യമുണ്ട്? ഔ വേണം അല്ലേ? അപ്പം ഔ. ഇനി അമ്മാണ്. ആദ്യം നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ള ആ എന്ന് എഴുതി വെക്കുക. അതിനുശേഷം ഒരു പൂജ്യം ഇട്ട് കൊടുക്കുക. ഒരു പൂജ്യം ഇട്ട് കൊടുത്താൽ അമ്മായി. അംബുജം, താമര എന്നുള്ള അർത്ഥം വരുന്നത് അംബുജം. ഓക്കെ. അമ്പരം എന്ന് വെച്ചാൽ ആകാശം. പിന്നെ എടുത്തത് ഇത് നമ്മൾ വളരെ വിരളമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഉപയോഗിക്കുന്നില്ല. എന്ന് എഴുതണമെങ്കിൽ 2 പൂജ്യം വേണം. ഓക്കെ. അമ്മിന് 1 പൂജ്യമേ ഉള്ളൂ, പക്ഷെ എന്ന് എഴുതണമെങ്കിൽ 2 പൂജ്യം വേണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സ്വരാക്ഷരങ്ങളുണ്ട്. എത്ര എണ്ണം ഉണ്ട് സ്വരാക്ഷരങ്ങൾ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ 15 സ്വരാക്ഷരങ്ങളുണ്ട് അല്ലേ? അപ്പം ഈ സ്വരാക്ഷരങ്ങളൊക്കെ നമ്മൾ 2 ലൈൻ കോപ്പിയിൽ ഒരു പേജിൽ ഒരു ലൈനിൽ ഇപ്പം ഫസ്റ്റ് പേജിൽ നിങ്ങൾ ഫസ്റ്റ് ലൈനിൽ 2 വട്ടം എഴുതിയാലും മതി. ഫസ്റ്റ് ലൈനിൽ 2 വട്ടം എഴുതുക. ആ 2 റിപ്പീറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴോട്ട് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 2 പേജ് റിപ്പീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ ഓരോ അക്ഷരങ്ങളും പഠിക്കും. ഓക്കെ. നല്ല തറവായിട്ട് പഠിക്കും. അപ്പോൾ ഇത്രയാണ് എന്ത് സ്വരാക്ഷരങ്ങൾ. ഓക്കെ. അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഏതെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ, ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാവരെയും കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ. ഇത്രയാണ് സ്വരാക്ഷരങ്ങളുള്ളത്. ഓക്കെ. അപ്പം നമ്മൾ ഓരോ അക്ഷരങ്ങളും എഴുതി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലത് വായിച്ചു കൊണ്ടിരിക്കുക. ഓക്കെ. ഉച്ചത്തിൽ വായിച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ വായിച്ചുകൊണ്ട് എഴുതുക. പിന്നെ റിപ്പീറ്റായിട്ട് എഴുതുമ്പോൾ നമ്മുടെ കൈ വഴങ്ങി വരും. പിന്നെ ഈ 2 ലൈൻ കോപ്പി, ഈ 2 ലൈൻ നോട്ട്ബുക്ക് വാങ്ങുന്നതിൻ്റെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയക്ഷരം വളരെ നല്ലതായി മാറും. ഓക്കെ. നമ്മുടെ എഴുത്ത്, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടല്ലോ, ഹാൻഡ് റൈറ്റിംഗ് വളരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഈ 2 ലൈൻ കോപ്പി വളരെ ഉപകരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും മാക്സിമം 2 ലൈൻ കോപ്പിയിൽ തന്നെ എഴുതി പഠിക്കുക. ഇന്ന് നമ്മൾ സ്വരാക്ഷരങ്ങൾ 15 എണ്ണം ചർച്ച ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ബാക്കി വ്യഞ്ജനാക്ഷരങ്ങളിലേക്കാണ് കടക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങാം. അതുവരേക്കും ബൈ.